ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. മനുഷ്യലോകത്തെ പോരാട്ടത്തിന്റെ ശാന്തിമാർഗം പഠിപ്പിച്ച മഹാത്മാവിന്റെ ജന്മദിനം. തിന്മ കാണരുത്, കേൾക്കരുത്, പറയരുത് എന്ന് പഠിപ്പിച്ച നന്മയുടെ സ്നേഹദൂതൻ നമ്മുടെ ബാബുജി. സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ച ബാബുജിയുടെ ജീവിതം തന്നെ ലോകത്തിനൊരു നല്ല സന്ദേശമാണ്. മഹാത്മാവിന്റെ ദിക്തസ്മരണയ്ക്ക് മുൻപിൽ സാവ്യ കുടുംബം ശിരസ് നമിക്കുന്നു. വിദ്യാഭ്യാസത്തിനോടൊപ്പം ഒരു കൈത്തൊഴിലും പഠിക്കണം. സത്യവും അഹിംസയും, അതിനേക്കാൾ വലിയൊരു ആയുധമില്ല. പരസ്പരം സ്നേഹിക്കുക. वैष्णवजन तो तेने कहिए जे पीड़ पराई जाने रे। वैष्णवजन तो तेने कहिए जे पीड़ पराई जाने रे। पर दुखे उपकार करे तो मन अभिमान लाने रे। वैष्णवजन तो तेने कहिए जे पीड़ पराई जाने रे। नमस्कार दोस्तों, हर साल 2 अक्टूबर पूरे भारत में गांधी जयंती मनाए जाते हैं। इस दिन हम हमारे राष्ट्रपिता महात्मा गांधी का जन्मदिन मनाते हैं। उनका जन्मदिन 2 अक्टूबर अंतर्राष्ट्रीय अहिंसा दिवस के तौर पर भी मनाया जाता है। बापू हमेशा अहिंसा, सत्य और शांति के मार्ग पर चलते रहे। उन्होंने हमारे सामने देशभक्ति, बलिदान और सादगी का उत्तम उदाहरण प्रस्तावित किया है। उनका जीवन हमेशा हमारे लिए प्रेरणा स्थान रहा है। देश की आज़ादी के लिए उन्होंने अपना जीवन समर्पित किया। अंग्रेज़ों के खिलाफ लड़ने के लिए उन्होंने सत्याग्रह आंदोलन शुरू किया। उनके नेतृत्व में 15 अगस्त 1947 में भारत अंग्रेज शासन से आज़ाद हुई। राष्ट्रपिता महात्मा गांधी सच्चे अर्थों में मानवता के पुजारी थे। उनकी विचारधारा एवं सिद्धांत अद्वितीय है। देश की स्वतंत्रता के लिए किए गए उनके कार्यों को कभी भुलाया नहीं जा सकता। जय हिंद। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम, बज प्यारे तो सीताराम। सीताराम सीताराम, बज प्यारे तो सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान। रघुपति राघव राजा राम, पतित पावन सीताराम।
रघुपति राघव राजा राम पतित पावन सीताराम। പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹാത്മാവിനോട്, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജിയോട് അല്പസമയം നമുക്ക് സംവദിക്കാം. പ്രിയപ്പെട്ട ബാപ്പുജിയുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ബാപ്പുജി, ഞങ്ങൾക്കൊരു സന്ദേശം നൽകാമോ? മക്കളെ, എൻ്റെ ജീവിതം തന്നെയാണ് നിങ്ങൾക്കുള്ള എൻ്റെ സന്ദേശം. നമ്മൾ എപ്പോഴാണ് സന്തുഷ്ടരായി തീരുക? അതോ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സന്തുഷ്ടരായി തീരുന്നത്. തിന്മ കാണരുത്, കേൾക്കരുത്, പറയരുത്. എപ്പോഴും നന്മ മാത്രം കാണുക, കേൾക്കുക, പ്രചരിക്കുക. ബാപ്പുജി, നമ്മൾ എപ്പോഴാണ് വിജയിക്കുക? ആദ്യം അവർ നമ്മളെ വെറുക്കും, അവഗണിക്കും, പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും, പിന്നീട് ഒടുവിലായിരിക്കും നമ്മുടെ വിജയം. അവസാനം വരെ നന്മ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഹിംസയിലൂടെ വിജയിക്കാൻ കഴിയുമോ? ഹിംസയിലൂടെ വിജയിക്കാനാവില്ല, അത് തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികമാണ്. വിദ്യാഭ്യാസത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം എന്നാൽ എഴുതാനും വായിക്കാനും പഠിക്കുക എന്നത് മാത്രമല്ല, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കൽ കൂടിയാണ്. ബാപ്പുജി, ലളിതമായി പറഞ്ഞാൽ ജനാധിപത്യം എന്നാൽ എന്താണ്? നിങ്ങൾ ഒരു ഓട്ടമത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് ചിന്തിക്കാതെ കൂടെ ചിലർ ഓടി എന്ന് ചിന്തിക്കുന്നതാണ് ജനാധിപത്യം. ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല. ബാപ്പുജിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും ശക്തമായ രണ്ട് ആയുധങ്ങൾ എന്തെല്ലാമാണ്? സത്യവും അഹിംസയും. അതിനേക്കാൾ ശക്തമായ മറ്റൊരായുധമില്ല. എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുക. വളരെ നന്ദി ബാപ്പുജി. ഞങ്ങൾ വിദ്യാർത്ഥികളോട് ഇത്രയും സമയം സംബന്ധിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഈ ആദർശങ്ങളെ ഞങ്ങൾ എന്നും മുറുകെ പിടിക്കും. മക്കളെ, നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഭാവി ഭാരതത്തിന്റെ വാഗ്ദാനങ്ങൾ. ദേശത്തിന്റെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കും. എല്ലാവിധ വിജയാശംസകൾ. Good morning, teachers and friends. I'm Alina Vibin from 9D. I'm here to say a few words on this occasion of Gandhi Jayanti. The father of the nation, Mahatma Gandhi, born on 2nd October 1869, was an eminent leader of the pre-independence period. He is a much revered leader and is considered as the international symbol of peace and non-violence. He drew such immense admiration for his contributions worldwide that his date of birth is observed as the International Day of Non-Violence. A known figure in Indian nationalist movement, Gandhi has been the leader figure in almost all the freedom movements, whether in India or South Africa. He followed an ideology of non-violence on which all his campaigns were based. Through his freedom movements, like the non-cooperation movement, civil disobedience or Champaran movement, he always stood for the human rights. He gave his sweat and blood for the attainment of Indian independence from the clutches of the colonial rule. With the support of millions of Indian masses, he finally led India's freedom movements to the paths of victory. Gandhi has been a true inspiration for the past generations and also for the generations to come, with his view on non-violence, tolerance, truth and social welfare. On the occasion of his 151st birth anniversary, let's take a walk down the lane and look at some of the major freedom movements led by him during his lifetime. Respected teachers and my dear friends, I am Ganga from 9th D. Today on this special occasion, Gandhi Jayanti, I would like to say something about the civil disobedient movement. Civil disobedient movement was a vital part of Indian freedom struggle led by Mahatma Gandhi against the ruling colonial government. While addressing the nation in a newspaper, Young India in March 1930, Gandhi expressed his willingness to suspend the movement if his 11 demands get accepted by the government. But Lord Irwin's government did not respond back to him. As a result, he initiated the movement in full vigor. The movement began with a Dandi March which was led by Mahatma Gandhi on 12 March 1930 from Sabarmati Ashram to Dandi in Gujarat. After reaching Dandi, Gandhi and his followers violated the salt laws by making salt from the salted sea water. After this,
Breaking the British laws became the widespread phenomena in India. People started the sale of restricted political pamphlets, violating the Section 144. Gandhiji urged Indian women to start spinning, and soon people started protesting in the front of the government offices and shops selling foreign goods. Women of India has started taking a part in the Indian freedom struggle. Sarojini Naidu came to the leading and during this movement. In the northwest, the most popular leader was Abul Ghaffar Khan, often called Frontier Gandhi. The Lord Irwin's government called for a roundtable conference in 1930 in London, and the Indian National Congress refused to be a part of it. Just to make sure that Congress attend the second roundtable conference, Lord Irwin signed a pact with Gandhi in 1931. It was called the Gandhi-Irwin Pact. The pact taught about the releasing of all political prisoners and cancellation of all oppressive laws. That's all. Thank you. The Champaran rebellion in Bihar was the first active involvement of Gandhi in the Indian freedom struggle. When Gandhi returned to India in 1915, the country was reeling under the tyrannous colonial rule. The British forced the farmers to grow indigo and other cash crops on their fertile land and then sell these crops to them at a much cheaper price. The situation became more gruesome for the farmers due to harsh weather conditions and levy of heavy taxes pushing them towards abject poverty. Having heard the situation of farmers at Champaran, Gandhi immediately paid a visit to the district in April 1970. He adopted the approach of civil disobedience movement and launched a demonstration and strikes against the landlord, bringing them down on their very knees. As a result, they signed an agreement in which they granted control and compensation to the farmers and cancelled the hikes in the revenue and collection. The success of this movement earned Gandhi the status of Mahatma. Thank you. After the World War I, several humiliating allegations were placed on the Caliph and the Ottoman Empire. The Muslims became fearful for the safety of their Caliph and launched a Khilafat movement under the guidance of Gandhi to fight against the British government to restore the collapsing status of Caliph in Turkey. Gandhi approached the Muslim community in 1919 for their political support in India's freedom struggle and in return supported the community in launching the Khilafat movement. He became a notable spokesperson of the All India Muslim Conference and returned medals received from the British Empire in South Africa. The success of this movement made him the national leader in no time. Today I am here to present a small speech about Quit India Movement. I am Ardra R. HF. Quit India Movement was launched by Mahatma Gandhi on 8 August 1942 during the Second World War in order to drive British rule out of India. The Indian National Congress, under the insistence of Gandhi, demanded a mass British withdrawal from India, and Gandhi delivered a do-or-die speech. As a consequence, the entire members of Indian National Congress were immediately arrested by the British withdrawals and imprisoned without bail. But the demonstrations and protests continued across the country. Even though the Britishers were somehow successful in suppressing the Quit India movement, but soon realized that their days of rule in India were over. By the end of the World War II, they made a clear indications of handing over the powers to India. Eventually, Gandhi called off the movement, resulting in the releasing of thousands of prisoners. महापुरुष महात्मा गांधी का जन्म 2 अक्टूबर 1869 को गुजरात के पोरबंदर नामक शहर में हुआ था। उनका पूरा नाम मोहनदास करमचंद गांधी था। उनके पिता का नाम करमचंद और माता का नाम पुतलीबाई था। गांधी जी को बापू और राष्ट्रपिता के नाम से जाना जाता है। गांधी जी सत्य और अहिंसा के
महान पुजारी थे। उनका जन्मदिन हर वर्ष गांधी जयंती के रूप में मनाया जाता है। गांधी जी ने भारत के स्वतंत्रता आंदोलन से अविस्मरणीय योगदान दिया। गांधी जी ने सादा जीवन तथा उच्च विचार को अपनाया। गांधी जी ने पूरे विश्व की शांति का संदेश दिया। गांधी जी का जीवन हम सभी के लिए एक प्रेरणा स्रोत है। धन्यवाद। माटी पुकारे तुझे, देश पुकारे, आजा रे अब आजा रे, भूले हम राह हमें राह दिखा दे, आजा रे राह दिखा दे। ऐनक पहने लाठी पकड़े चलते थे वो शान से, जालिम कांपे थर 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 सुनकर उनका नाम रे। हो कद था उनका छोटा सा और सरपट उनकी चाल रे, दुबले से पतले से थे वो चलते सीना तान के। वंदे मातरम, 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 वंदे मातरम। ओ भाई भाई का दुश्मन है बना रे, नफरत की आंधी बहती रे, वहशी दिलों को बापू प्यार सिखा दे, आजा रे बापू आजा रे। वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम। हो झूठ का बढ़ता जाए राज ओ बाबू, अपने ही हो गए धोखेबाज, आज हमें अपनों से बचा ले, आजा रे बापू मेरे।